PV അൻവർ MLA, ദ ഷോമാൻ, ഇങ്ങനെയുടെ തുറന്നു പറച്ചിൽ ആരോപണം ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവുകയായിരുന്നെങ്കിൽ, ഞാൻ അത് പറയാനുള്ള കാരണം ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ കാരണം ഇന്ന് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം മൂപ്പരാകെ പുൾട്ടായിട്ടുണ്ട്. ഓക്കെ, പരിപാടിയൊക്കെ നിർത്തുന്നതാണ് തോന്നുന്നത്. മുഖ്യമന്ത്രി എങ്ങനെ തമ്മിൽ എന്ത് സംസാരിച്ചു എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്ലോയിൽ തന്നെ ആ പോക്ക് പോയിരുന്നെങ്കിൽ ADGP MR അജിത് കുമാർ വീഴുമായിരുന്നു, P ശശി വീഴുമായിരുന്നു, അതോ പിണറായി വിജയൻ മുഖ്യമന്ത്രിന് വീഴുമായിരുന്നു എന്നുള്ളത്, അതായിരുന്നു വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ഞാൻ നോക്കിയിരുന്നത്. എന്താണെങ്കിലും മുന്നോട്ടിനിയുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷെ അതിനു മുമ്പ് ഇന്നലെ പ്രസ്സിനെ അഡ്രസ്സ് ചെയ്ത സമയത്ത്, മീഡിയനെ അഡ്രസ്സ് ചെയ്ത സമയത്ത് MLA കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അകത്തൊന്ന് നോക്കണം. നിങ്ങളുമായി പങ്കുവെച്ചപ്പം കൊന്നും കൊല്ലിച്ചും ADG സുജിദാസ് തന്നെ പറയുന്നുണ്ട്, വേണ്ടി വന്നാൽ കൊല്ലാനും കൊല്ലിക്കാനും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ കേട്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായി ഞാൻ സൂചിപ്പിച്ചിരുന്ന എടവണ്ണ കേസായിരുന്നു. എടവണ്ണയിൽ നിദാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തലക്ക് വെടിയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം ഏകദേശം 1.5 വർഷം മുമ്പാന്ന് തോന്നുന്നു എനിക്കുണ്ടായി. എൻ്റെ നാട്ടിൽ, എൻ്റെ അടുത്താണ്, 1-2 കിലോമീറ്റർ. അന്ന് ഇതിൻ്റെ ദുരൂഹതകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു ഈ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോയിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ആ മരിച്ച റിദാൻ്റെ ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു. വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു, ചോദിച്ചു. ആ കുട്ടി പറയുന്നു, ഇപ്പോൾ ആ കേസിൽ ബുക്ക് ചെയ്തിട്ടുള്ള പ്രതിയായി ഇവർ കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഷാൻ ഒരിക്കലും അത് ചെയ്യൂല. എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, അവരത്രയും സ്നേഹത്തിലാണ്, ഒരു കാരണവശാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട കുടുംബം, അവൻ്റെ പേര് ഷാനാണ് ഇതിലെ പ്രതി, അവരുമായി ബന്ധപ്പെട്ടു എന്ന് സംസാരിച്ചു. അവർ തീർത്തും പറയുന്നു ആ കാര്യം ഈ ഷാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഷാൻ പ്രതിയാക്കപ്പെട്ടു? ഈ പെൺകുട്ടിയോട് ഈ മരണം നടന്ന് പിറ്റേ ദിവസം പോലീസ് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ വരും. അവരെ കൊണ്ട് എന്താ പറയിപ്പിക്കാൻ നോക്കിയെന്ന് അറിയാം. ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുമായി, ഷാനുമായി അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് അവർ സമ്മതിച്ചു കൊടുക്കണം. ആ അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമായി അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ അവരുടെ ഭർത്താവിനെ അവരുടെ കാമുകൻ ആണ് എന്ന് ഇവർ പറയുന്ന ഈ ഷാൻ വെടിവെച്ചു വന്നാണ്. എടവണ്ണയിലുണ്ടായ ഒരു കേസാണ്. റിദാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വെടിയേറ്റ് മരിക്കുകയാണ്. അതിൽ ഷാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെയാണ് കൊലപാതക കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞാൻ അന്ന്, ഇഫ് ഐ എം നോട്ട് റോങ്, അന്നത്തെ ഒരു ന്യൂസിൽ വന്നിട്ടുള്ള പോലീസ് നറേഷൻ വേറെ ആയിരുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ പോലീസാണെങ്കിൽ പോലും ഇവരെങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്യുമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ MLA പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസിനുള്ളിൽ തന്നെ ഉള്ള ഒരു പോലീസുകാരൻ, പോലീസിനകത്ത് പിന്നെ പോലീസുകാരനുള്ളത് കാണും, കള്ളന്മാർ കാണില്ലല്ലോ, കള്ളന്മാരും കാണുമായിരിക്കും, പറയാൻ പറ്റില്ല. പോലീസുകാരായ കള്ളന്മാർ, ഓക്കെ, കള്ളന്മാരായ പോലീസുകാർ, എന്താ പറയാം. എന്താണെങ്കിലും ഒരു പോലീസ് ഓഫീസർ സൗണ്ടൊക്കെ മാറ്റി ഇങ്ങേർക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അയച്ച് തന്നത് പോലീസ് ഓഫീസർ ആണോ എന്നുള്ളതിനും ഇങ്ങേർക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ആ വോയിസിനകത്ത്, ആ വോയിസ് അയച്ച വ്യക്തി പറയുകയാണ്, ഞാനൊരു പോലീസ് ഓഫീസറാണ്. സോളാർ കേസിനെ കുറിച്ചും എടവണ്ണയിലുള്ള ഈ കേസ്, അല്ലെങ്കിൽ സ്വർണം കടത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ADGP MR അജിത് കുമാറും കള്ളക്കടത്തും തമ്മിലുള്ള ബന്ധങ്ങൾ, കള്ളക്കടത്തുകാർ തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നലെ ഈ വോയിസിനകത്ത് ഈ വ്യക്തി പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അത് പുറത്ത് റിവീൽ ചെയ്തത് MLA ആണ്. MLA ആ ഒരു വോയിസ്, പോലീസുകാരൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി MLAക്ക് അയച്ചു കൊടുത്ത ഒരു വോയിസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ എടവണ്ണയിലെ കേസൊക്കെ ഇങ്ങനെ പറയുന്നത്. റിദാൻ എന്ന് പറഞ്ഞ ഇയാളുടെ മേർഡർ റിലേറ്റഡ് ആയിട്ട്
ഒരു കോൺസ്പിറസി. ഓക്കെ, ഭാര്യയെ കൊണ്ട് ഇപ്പോൾ റിദാനെ കൊന്നു എന്ന് പറഞ്ഞ് പോലീസുകാർ അറസ്റ്റ് ചെയ്ത ഷാനും റിദാൻ്റെ വൈഫും തമ്മിലുള്ള അവിഹിതം പോലീസുകാർ എങ്ങനെ അവിഹിതമാണെന്നുള്ളത് ഉറപ്പിച്ച് കൂട്ടിയിട്ട് വേണം ഈ കേസ് അവർക്ക് ക്ലോസ് ചെയ്യാൻ. സോ ഒരു കേസ് ഒരു വളരെ എന്താ പറയുക പ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസർക്ക് കേസ് തെളിയിക്കുന്നതോടെയാണ് അയാളുടെ പ്രശസ്തി കൂടി വരിക അല്ലേ. കേരള പോലീസിനും എന്താ പറയുക ഒരു കേസ് ക്ലോസ് ചെയ്തു, അതിൽ പ്രതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേസ് കുക്ഡപ്പാക്കി എന്ത് ചെയ്യുക അത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ അന്ന് ഈ റിദാൻ കൊല്ലപ്പെട്ട ദിവസത്തെ ഒരു ന്യൂസ് ക്ലിപ്പ് ഞാൻ അവിടെ വയ്ക്കാം. ഷാനും റിദാനും മമ്പാട്ടെ പ്രവാസി വ്യവസായിയുടെ ബിസിനസ് നോക്കി നടത്തുകയായിരുന്നു. വ്യവസായിയുടെ സഹായത്തോടെ ഷാൻ മുണ്ടേങ്ങരയിൽ വീട് നിർമ്മാണം തുടങ്ങി. ഇതിനിടെ ജയിൽ ശിക്ഷയെ തുടർന്ന് സൗദിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഷാനിനെ തിരികെ കൊണ്ടുപോകാൻ വ്യവസായി രേഖകൾ ശരിയാക്കി. എന്നാൽ പിന്നീട് മുന്നറിയിപ്പില്ലാതെ ഷാനിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അതോടെ വീട് നിർമ്മാണം മുടങ്ങി. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് റിദാനാണെന്നായിരുന്നു ഷാനിന്റെ സംശയം. ഇതിൽ നിരാശനായാണ് ഷാൻ ലഹരിമരുന്ന് ഉപയോഗം തുടങ്ങിയതെന്നും വീട്ടുകാർ പോലീസിന് മൊഴി നൽകി. എന്നാൽ ഇതിനുശേഷവും റിദാനുമായി ഇയാൾ സൗഹൃദം ഭാവിക്കുകയായിരുന്നു. ഒരാളെ കൊല്ലാൻ ഷാൻ പദ്ധതിയിട്ടതായി കൂട്ടുപ്രതികൾക്ക് സൂചന കിട്ടിയിരുന്നു. തന്റെ ജീവിതം തകർത്തയാളെ വകവരുത്തുമെന്ന് ഇയാൾ ഇടയ്ക്കിടെ പറഞ്ഞതായും അവർ പോലീസിനോട് പറഞ്ഞു. റിദാൻ കൂടെയുള്ളപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അതിനാൽ റിദാനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് സംശയിച്ചില്ല. ഷാനിന് പുറമെ അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശി അഫ്നാസ്, എടവണ്ണ സ്വദേശി റൌഫ്, തിരുവാലി പുളിയക്കോടൻ അനസ് എന്നിവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെടിവെക്കാൻ ഉപയോഗിച്ച പിസ്റ്റൾ 1 ലക്ഷം രൂപയ്ക്ക് UP-യിൽ നിന്ന് വാങ്ങിയതാണെന്ന് ഷാൻ മൊഴി നൽകിയിരുന്നു. പിസ്റ്റൾ വാങ്ങിയതിന് സാമ്പത്തിക സഹായം നൽകിയത് അനസും റൌഫുമാണെന്ന് പോലീസ് കണ്ടെത്തി. ഷാനിന്റെ ബന്ധുവാണ് റൌഫ്. പിസ്റ്റൾ വാങ്ങാൻ ഷാനിനൊപ്പം പോയത് അഫ്നാസാണ്. അതേസമയം കേസിൽ സ്വർണ്ണക്കടത്തുൾപ്പെടെയുള്ള ഇടപാടും പോലീസ് സംശയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജോലി പോയതിൻ്റെ റിവെഞ്ച് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഒരു വഴിയായ ടൈമിലേക്കായപ്പോൾ ഇത് കേസ് മാറി അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ MLA പറയുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ ഈ റിദാൻ്റെ വീട്ടുകാർ ഇന്നലെ ഒരു റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് കാണാം. നമ്മളെ വീട്ടിൽ നിന്ന് ഈ ഷാനാണ് എൻ്റെ മോനെ ഇറക്കി കൊണ്ടുപോകുന്നത്. ആ ഇറക്കി കൊണ്ടുപോയി രാത്രി 10:30 മണിക്ക് ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഈ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു ഞങ്ങളൊരു 10:30-11 മണിൻ്റെ ഉള്ളിൽ അവിടെ എത്തും എന്നൊക്കെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ 2 പേര് ഒരു ബൈക്കിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അവൻ അന്ന് പറഞ്ഞത്. ഈ സംഭവം കഴിഞ്ഞ് ഇവനെ തെരഞ്ഞ് പല രീതിയിലും നമ്മൾ അന്വേഷിച്ചിട്ടൊന്നും ഈ ഷാനെ വിളിച്ച് പിന്നെ ഷാൻ ഫോൺ എടുക്കുന്നില്ല. അതേമാതിരി രാവിലെ ഇവൻ അന്ന് പെരുന്നാളാണ് പിറ്റേന്ന്. ആ പെരുന്നാൾക്ക് ഈ ഷാന്റെ അവന്റെ ഭാര്യയും മകനും ഒക്കെ കൂട്ടി വന്ന് ഈദ് മുബാറക്ക് പറഞ്ഞപ്പോൾ ഇവന്റെ അനിയൻ ചോദിച്ചു ഇന്നലെ ഞങ്ങൾ എവിടുക്കാ പോയിരുന്നു ചോദിച്ചു. ഞങ്ങൾ പുലിക്കുന്നിലുണ്ടായിരുന്നു, ചമ്പക്കുത്ത് എൻ്റെ സ്ഥലമുണ്ട്, പുലിക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയായിരുന്നു ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പം അവൻ അവിടുന്ന് വണ്ടി എടുത്ത് നോക്കുമ്പോഴാണ് അവിടെ ചെന്ന് കുറേ നോക്കിയപ്പോഴാണ് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് പിന്നെ അങ്ങനെ വെടി കൊണ്ടതും മരിച്ചതൊക്കെ അറിയുന്നത്. അപ്പം എന്നെ വിളിക്കുകയും ഞങ്ങളെല്ലാവരും അവിടെ ചെന്ന് അന്വേഷിക്കുക. അതിൽ സംഭവം എന്താ വെച്ചാൽ അപ്പം നമ്മൾ ഷാൻ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഷാൻ തന്നെ. പക്ഷേ ഷാൻ ഒറ്റക്കാവില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സംഭവം. ഈ ഒരു ആപ്പിളിൻ്റെ ഫോണും വേറൊരു ഫോണും ഉണ്ട്. ഈ 2 ഫോണിൽ ഒരു ഫോൺ ആപ്പിളിൻ്റെ ഫോണിലാണ് ഇവരെ എല്ലാവരെയും തെളിവുള്ള ഒരു ഫോണാണ്. ആ ഫോണ് കാണാനില്ല, അത് ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവൻ പറഞ്ഞു ഞാനിപ്പോൾ വഴിയിലേക്ക് എറിഞ്ഞു എന്നാണ് ഷാൻ പറഞ്ഞത്. അവിടെ തപ്പുകയും വേറെ ഏതൊരു ഫോൺ കിട്ടിയിട്ട് FIR ആ ഫോണിന്മേൽ നിർത്തിയേക്കാണ്. പക്ഷേ ഈ ഫോണിനെ പറ്റിയൊന്നും അതിൽ പറയുന്നേ ഇല്ല. അപ്പം നമുക്കതിൽ സംശയം വളരെയേറെ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റിദാനെ പസ് കൊടുക്കുന്നത് ഈ പിന്നെ ഇതേമാതിരി MDMA കേസിലാണ്. ഈ ഡാൻസ് ആപ്പാ കൊടുക്കുന്നത്, കൊണ്ടോട്ടി ഡാൻസ് ആപ്പാ കൊടുക്കുന്നത്. ആ ഡാൻസ് ആപ്പ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഷമീം പറഞ്ഞ വ്യക്തിനെയാണ് ഒരു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അന്ന് അവൻ ഷമീമിൻ്റെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇവൻ്റെ കമ്പനിയാണ് എൻ്റെ മകൻ. അങ്ങനെ നീ ഒന്ന് വരുമെന്ന് ചോദിച്ച് കൊണ്ടോട്ടി കൊണ്ടുപോവുകയും ഇവൻ വണ്ടിയിൽ നിന്ന് ഷമീം ഇറങ്ങിപ്പോയി വെള്ളം കുടിക്കാൻ പോവുകയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പയ്യൻ വന്നിട്ട് ഇവൻ്റെ പേരിലേക്ക് ഒരു സിഗരറ്റും കൂടെ എറിഞ്ഞു. അത് നേരെ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയപ്പോഴാണ് ഡാൻസ് ഓഫ് ടീം ഇതിന് ഒരുങ്ങി നിൽക്കല്ലേ, അവർ വരികയും ഇത് വെക്കുകയും ഇവനോട് ചോദിച്ചത് എൻ്റെ നിന്ന് ചാടിയൊന്നല്ല എൻ്റെ മോൻ പറഞ്ഞപ്പോൾ അതൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ
ഒരു കടയിലുള്ള CCTV ഉണ്ട്. ആ CCTV റിക്കവർ വരെ പറഞ്ഞിട്ട് വരെ അവരത് ചെയ്തിട്ടില്ല. ആദ്യം MDMA കേസിൽ ഡാൻസ് ഓഫ് കുടുക്കിയതാണ്. അതിന്റെ വീഡിയോ ഞങ്ങളിലുണ്ട്, അതിന്റെ തെളിവും ഞങ്ങളിലുണ്ട്. റിദാൻ എന്ന് പറഞ്ഞ ഈ കൊല്ലപ്പെട്ട ഈ പയ്യനെ എന്താണെങ്കിലും ഇവർ സ്കെച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിന്? സ്വർണ്ണക്കടത്തുമായിട്ട്, കരിപ്പൂര് വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തുമായിട്ട് റിദാൻ എന്ത് ഡീറ്റെയിൽസ് അറിയാം? റിദാൻ്റെ ആപ്പിൾ ഫോണിനകത്ത് ഏതൊക്കെ ഉന്നതരുടെ ഇൻവോൾവ്മെൻ്റ് ഉള്ള തെളിവുകളാണ് ഉണ്ടായിരുന്നത്? അത് എന്തിനാണ് ഡാൻസ് ഓഫ് വഴി പോലീസിന് ആവശ്യമുണ്ടായിരുന്നത്? ചോദ്യമാണത്. ഓക്കെ, സ്വർണ്ണക്കടത്ത് നടക്കുന്നു. സ്വർണം കൊണ്ടുവരുന്ന ആളുകളെ പിടിച്ച് കുനിച്ച് നിർത്തി വിരലിട്ട് സ്വർണ്ണം എടുക്കും. പക്ഷേ ഇതാര് കൊടുത്തു, ആരിലേക്ക് പോകുന്നു, ഇവരാർക്ക് വേണ്ടിയിട്ട് ക്യാരിയർ ആവുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. കൊണ്ടുവന്നവനും പിടിക്കും, നിർത്തും, കുനിച്ച് നിർത്തും, കൈയിട്ട് പൊത്തി സാധനം എടുക്കും. എന്നിട്ട് അതിങ്ങനെ ഡിസ്പ്ലേ വെച്ച് നാട്ടുകാരോട് പറയും 3 കിലോ സ്വർണം പിടിച്ചു. ഇത് കൊടുത്തത് ആര്? ഇത് പോകുന്നത് ആരിലേക്ക്? കൊണ്ടുവന്നത് എത്ര എമൗണ്ട് ഓഫ് സ്വർണം, അതിൽ ആളുകളെ കാണിക്കുന്നത് എത്ര, മുക്കിയത് അത്ര എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല നമ്മൾ ജനങ്ങൾക്ക്. ഇതിങ്ങനെ നടക്കും, സ്വർണ്ണക്കടത്ത് നമ്മൾ കേൾക്കും, ഇത്രയും നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉള്ളൂ. കൊന്നു എന്ന് പറയുന്ന ഈ ഷാന്റെ കുടുംബം ആ പയ്യനെ 3.5 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ട് വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. 3.5 ദിവസം, ഈ സംഭവം നടന്ന 3.5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ അതിമൃഗീയമായി വർദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇവളുമായി ബന്ധമുണ്ട്, അവിധ ബന്ധമുണ്ട് എന്ന് സമ്മതിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തി. അവനും അത് സമ്മതിച്ചില്ല. പിന്നീട് ഈ മരിച്ച റിദാനുമായിട്ട് വേറെ ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല, കാരണം ഇനിയിപ്പം തെളിവിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി ആ വൈരാഗ്യത്തിനാണ് ഇവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് അവിടെ ബ്രേക്ക് ചെയ്യണം. ഈ സംഭവം നടന്നു. ഈ പറയുന്ന ഷാൻ തന്നെയാണ് ഈ മരിച്ച റിദാനെ 7 മണിക്ക് അവർ ഒരുമിച്ച്, അതാണ് ആകെ തെളിവ്, വൈകുന്നേരം 7 മണിക്ക് ഇവർ ഒരുമിച്ച് ഇറങ്ങി എന്നുള്ളത്. അതുമെന്ന് അങ്ങോട്ട് സ്റ്റോറി കുക്ക് ചെയ്യുക. ഒരുമിച്ച് പോയി എന്നുള്ളത് ശരിയാണ്. അവർ ചായ കുടിച്ചു. അവരൊരു വണ്ടി വാടകയ്ക്ക് എടുത്തിരുന്നു, റെൻ്റേക്കാറിന്, ഈ കൊണ്ടോട്ടി ഭാഗത്തുനിന്ന്. അവിടെ ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഫ്രണ്ടിന് വേണ്ടി, മരിച്ചവൻ്റെ ഫ്രണ്ടിന് വേണ്ടി എടുത്ത വണ്ടി ഇരുന്നു. അപ്പോൾ ആ പൈസ എത്തിയപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ വിളിച്ചത്. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇവനെയും കൂട്ടി ഇറങ്ങി ജാമിയ കോളേജിൻ്റെ അവിടെ എത്തി. അവരൊരു ചായ കുടിച്ച് സിഗരറ്റ് വലിച്ച് പോകാൻ വണ്ടിയില്ല. ഈ വന്നവൻ്റെ സ്കൂട്ടറിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ വേറൊരു വണ്ടിയും കാത്തു നിൽക്കുകയാണ്. അതിനിടയിൽ ഇവന് ഫോൺ വന്നു എന്ന് പറഞ്ഞു, ഈ മരിച്ചവന്. അപ്പോൾ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഷാനിനോട്, ഈ കൊന്നു എന്ന് പറയുന്നവനോട് പറഞ്ഞു നമ്മളൊന്ന് പോകുന്നില്ല, എനിക്കിൻ്റെ വേറെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്നുണ്ട്. ഇവരവിടുന്ന് പിരിയാണ്. ഇവനീ സ്കൂട്ടർ ഓടിച്ചവൻ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഈ പറയുന്ന ഇവൻ്റെ വീട്ടിന് തൊട്ടടുത്ത മലൻ്റെ മുകളിലാണ് കുന്നുമുറത്തെ സംഭവം ഉണ്ടായത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇവൻ്റെ കൂടെ വന്നു എന്ന ഒറ്റ കാരണം വെച്ചിട്ടാണ് ഇവനെ ഇതിൽ പ്രതിയാക്കുന്നത്. MLAക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഈ ഷാൻ പ്രതിയാകാൻ വഴിയില്ല, ഷാൻ വീട്ടിൽ നിന്ന് ഇറക്കി കൊടുക്കുന്നത് മാത്രമാണ് റിദാനെ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ ഈ റിദാൻ്റെ കൊലപാതകത്തിൽ ഷാൻ എങ്ങനെ പ്രതിയാവും എന്നുള്ളൊരു സംഗതിയൊക്കെ ഡൗട്ട്ഫുള്ളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം ഉറപ്പാണ്, ഷാനാണെങ്കിലും റിദാനാണെന്നുണ്ടെങ്കിലും ഇതിൽ സ്വർണ്ണക്കടത്തുമായിട്ടൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഈ ഇൻവോൾവ്മെൻറ്റ് ഇവർക്ക് മാത്രമല്ല, ഇത് അന്വേഷിക്കുന്ന പോലീസുകാർക്കും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുള്ള. എനിക്ക് അങ്ങനെയാണ് ഇത് കണക്റ്റ് ആവുന്നത്. കാരണം ഡാൻസ് ആപ്പ് വഴി ഒരാളെ സ്കെച്ച് ഇടുന്നു, അയാളെ ഓൾറെഡി ഒരു ലഹരി കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിയെ ദുരൂഹ സാഹചര്യത്തിൽ വെടികൊണ്ട് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ആ പേരിൽ അയാളുടെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇവരെല്ലാവർക്കും ഒരു സ്വർണ്ണക്കടത്തുമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്നു. എങ്ങനെ ഇരിക്കുന്നു ഇത്? ടോട്ടലി എന്താണെന്നറിയോ, എവിടേക്കോ എഴുതി വെച്ചുണ്ടാക്കിയൊരു സ്റ്റോറി ആരൊക്കെയോ രക്ഷിക്കാനുള്ള പോലെ. ആ രക്ഷിക്കാനുള്ളത് ഇനി പോലീസിലുള്ള ഈ ഉന്നതത്തിലുള്ള ഈ ഉദ്യോഗസ്ഥരെയാണോ എന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. MDMA കേസിൽ ഈ പറഞ്ഞ റിദാനെ ആദ്യം ഡാൻസ് ആഫ് പെടുത്താൻ നോക്കി എന്നുള്ളത് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഉണ്ടോ? എൻ്റെ പേര് ജസീൽ, ഞാൻ അടവണ്ണ സ്വദേശിയാണ്. പിന്നെ ഞാൻ മാർച്ച് 14 മാർച്ച് മാസത്തിലൊക്കെ ഞാൻ താമസിച്ചിരുന്നത് കൊണ്ടോട്ടിയായിരുന്നു. ആ സമയത്ത് ഒരു
119/21 എന്ന കേസിൽ ഷമീം അതുപോലെ റിദാൻ ബാസിൽ എന്ന് പറഞ്ഞ 2 വ്യക്തികൾ ഒരു NDPS കേസിൽ പ്രതികളാക്കപ്പെട്ടു. അതിന് നിജസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ കൊണ്ടോട്ടി സ്റ്റേഷനിലെ സത്യൻ സാറ്, സഞ്ജീവന്, ഈ കൊണ്ടർക്കാട് ശശി സാറ് ഇവരടങ്ങുന്ന ഒരു ടീമുണ്ട്. ഇവർക്ക് സ്ഥിരമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിരുന്നതും പ്രതികളായിട്ടുള്ളവരും അല്ലാത്തവരെയും കൊടുത്തിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സ് ആയിരുന്നു. ഒരുത്തന്റെ പേര് ഷെരീഫ്, അവന് എടവണ്ണപ്പാറയാണ് അവന്റെ സ്വദേശം. ഒരാൾ കൊണ്ടോട്ടി ബസ്സിലൊക്കെ പണിയെടുത്തിരുന്ന ഷിബു എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഇതിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഇവരോട് പോലീസുകാർ ഈ കൊണ്ടോട്ടി സ്ക്വാഡിലുള്ള സത്യൻ സാറും ടീമും ഈ കൊണ്ടർക്കാടും ശശി സാറ് അതേപോലെ ഈ സഞ്ജയ് സാർ ഇവരെല്ലാവരും ഇവരെടുത്ത് പറഞ്ഞു 15 ദിവസം കൊണ്ട് ഒരു കേസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസിന് പെട്ടെന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കേസ് നിർബന്ധമായിട്ട് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്താണ് ഇവർ തമ്മിൽ ഇത് ഡിസ്കസ് ചെയ്യും. എന്റെ അടുത്ത് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോ ഇത് എടുക്കാൻ പറ്റിയ ആൾക്കാർ, അല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം എനിക്ക് എന്റെ ഒരു അറിയുന്ന ഇടപാടുള്ള ഷമീം എന്ന് പറഞ്ഞ സുഹൃത്തിനെ എനിക്കറിയാം. അപ്പൊ ഞാൻ അവനായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ചെറിയ ഇടപാടുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട് മുന്നേ, ചെറിയൊരിതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഷമീമിനെ വിളിക്കും. അത് പ്രകാരം ഷമീം എന്ത് ചെയ്തു, കൊണ്ടോട്ടി എന്റെ അടുത്ത് വണ്ടി ഇല്ലായിരുന്നു. ഞാൻ അടുത്ത് പറഞ്ഞ അടുത്ത് വണ്ടി ഇല്ല, എനിക്ക് കൊണ്ടോട്ടിക്ക് വരാൻ പറഞ്ഞപ്പോഴാണ് ഇവൻ വരുന്നത്. ഇവൻ വരുമ്പോൾ ഇവന്റെ കൂടെയുള്ള റിദാൻ ബാസിലിനെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ റിദാൻ ബാസിലിന്റെ അടുത്ത് ഇവൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പൈസ വാങ്ങിക്കാൻ വേണ്ടി വരാ എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ പ്രകാരമാണ് അവർ അങ്ങോട്ട് കൊണ്ടോട്ടിക്ക് എത്തുന്നത്. അങ്ങനെ വന്നതിന് ശേഷം ഈ ഷെരീഫും ഈ ഷിബു എന്റെ അടുത്ത് എന്ത് ചെയ്തു, ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് തന്നു. അതിനകത്ത് ഇത് ഈ MDMA ഈ സംഭവമായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന സമയത്ത് ഷമീം എന്ന് പറഞ്ഞ വ്യക്തി വണ്ടിയിലില്ല. അത് ഞാൻ എന്ത് ചെയ്തു, ഈ സാധനം വണ്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഡോറിൽ തട്ടിയിട്ട് ഇതെന്ത് ചെയ്തു, പുറത്തേക്ക് തെറിച്ച് ഈ സംഭവം. ആ സമയം അവിടെ പോലീസുകാർ ഇത് സ്കെച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഈ വണ്ടിയും ഇവരെയും. അങ്ങനെ ഇൻഫോം ചെയ്ത പ്രകാരമാണ് ഇവർ വന്ന് നിൽക്കുന്നത് അവിടെ. ഇത് പുറത്തേക്ക് ചാടുകയും അതിൽ പോലീസുകാരൻ വന്നിട്ട് എന്ത് ചെയ്തു, സംസാറും ആ ടീമിലുള്ള ഒരു പോലീസുകാരൻ വന്നിട്ട് നിലത്തുനിന്ന് എടുത്തത് എടുക്കുകയും എന്നെയും റിദാൻ ബാസിലിനെയും എന്ത് ചെയ്തു, പോലീസ് വണ്ടിയിലേക്ക് ഹാൻഡ് കഫ് ചെയ്തിട്ട് പോലീസ് വണ്ടിയിലേക്ക് കയറ്റും. കുറച്ചപ്പുറം ചെന്നതിന് ശേഷം എന്നെ എന്ത് ചെയ്തു, നാട്ടുകാരെല്ലാവരും കണ്ടുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്നെ പോലീസ് ഇതിൽ കയറ്റിയും കുറച്ച് താഴെ ചെന്നതിന് ശേഷം എന്നെ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പിന്നീടുള്ള സംഭവങ്ങളൊന്നും എനിക്കറിയില്ല. സത്യത്തിൽ ഇത് ഇപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എനിക്ക് അവരോടുള്ളൊരു ഇതുകൊണ്ടാണ്. പറ്റിപ്പോയി, എന്റെ ഭാഗത്ത് പറ്റിയൊരു തെറ്റായി പോയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് വെളിപ്പെടുത്തുന്നത്. ഒരാള് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറ്റബോധം വന്നിട്ടുള്ളവന് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിപ്പോയി നാട്ടി കിട്ടി തിരിഞ്ഞിട്ടാണ് ആ പറഞ്ഞതെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. കാരണം ആ വീഡിയോ കണ്ടാൽ അറിയാം, ചള്ളയും ചപ്പി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ആരോ. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ഈ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? പോലീസുകാർക്ക് കേസ് വേണം, ഡാൻസ് ആഫിന് കേസ് വേണം. ഇവർക്ക് കേസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെ തലയ്ക്ക് ഇവർ ഏതെങ്കിലും ഒരു ക്രിമിനലിനെ പിടിച്ചിട്ട് ആ ക്രിമിനലിൻ്റെ കയ്യിൽ കുറച്ച് മാരകമായ മയക്കുമരുന്നും കൊടുത്തിട്ട് വഴി കൂടി പോകണ ഏതെങ്കിലും ഒരുത്തൻ്റെ വണ്ടിയിലിട്ട് എന്നാൽ പിടിച്ചോന്നുകൊണ്ട് കൊണ്ടുപോയി ഒരു കേസാക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലപ്പോൾ നമ്മൾ ജെനുവിൻ കേസ് ഏതാ, ഫേക്ക് കേസ് ഏതാ, ഈ പോലീസുകാരനെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കുന്ന കേസ് ഏതാന്നുള്ളത് നമ്മളെങ്ങനെ മനസ്സിലാക്കും? എന്തവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ആരും സേഫ് അല്ലല്ലോ. അപ്പോൾ ആരവിടെ സേഫ്? അപ്പോൾ ഒരു സൈഡിൽ ആഭ്യന്തരത്തിൽ വൻ ചോർച്ച, ഷെഡ് ചോരുന്നു, ഞാൻ പറയണില്ല, എന്താ പറയുക, കൂടിപ്പോവും. നമ്മൾ തമാശയ്ക്കൊക്കെ പറയില്ലോ, മുല്ലപ്പെരിയാറിനേക്കാൾ വലിയ ചോർച്ചയാണ് ഇവിടെ ആഭ്യന്തര വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കേസ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി കുറേ പോലീസുകാർ ഇറങ്ങി തിരിച്ച് കഷ്ടം തന്നെ. എന്താണെന്നുണ്ടെങ്കിൽ എന്താണ് MLA ബാക്കി പറഞ്ഞ കാര്യങ്ങളിലും കൂടിയും പോവാം. ഈ മരിച്ചവൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കിക്കൊണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി, അതിലത് പരാജയപ്പെട്ടു. മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നീ പൂർണ്ണമായിട്ടും നീ വരാൻ പോകുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. അങ്ങനെ ആ ഒരു മോട്ടീവിലാണ് ഇവനെ കൊല്ലിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. കാരണം അത് വരുന്നത് സുജിത്ദാസിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ആര് കൊന്നു, എങ്ങനെ കൊന്നു? പിന്നെ ഈ സംഭവം കഴിഞ്ഞ ഉടനെ അന്ന് വൈകുന്നേരം തൊട്ട് ഈ പറയുന്ന കുറേ കൊന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടും നാടും ഓഫീസും അവനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കിയിട്ടുണ്ട്. 3.5 ദിവസം കഴിഞ്ഞിട്ട് അവനോട് പറയാണ്, നിന്നെ വീട്ടിലൊന്ന് കൊണ്ടുപോകാൻ, വീട്ടിലൊരു പോയി വരേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഇവർ സെർച്ചിന് പോവുക, ഏത് തോക്ക് കണ്ടെത്തണല്ലോ. പോലീസ് അരിച്ചു പറിക്കുക, 2-3 ദിവസമായിട്ട് പോലീസ് അരിച്ചു പറിക്കുക. പോലീസിൻ്റെ അറ്റൻഷനുള്ള വീടാണ്. ആ വീടിൻ്റെ അകത്തേക്ക് കയറുന്നു, റൂമിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കട്ടിലിൻ്റെ ചുവട്ടിൽ ചെറിയ പ്ലാസ്റ്റിക് കവർ കാണുന്നു. ഒരു പോലീസുകാരൻ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി വെക്കുന്നത്, അതാ കിടക്കുന്നത് തോക്ക്. അങ്ങനെ തോക്ക് റിക്കവറി.
ഈ ഫാസിലിൻ്റെ മരിച്ചവൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഒരു ഫോണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷനിലെ ഫോണെന്ന് അറിയാൻ കഴിഞ്ഞ്, ഒന്നാമത് സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ. ഈ 2 ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല, പോലീസ് റിക്കവറി ഇല്ല. അപ്പോൾ ഈ 2 ഫോണും ഇവൻ എടുത്തു. ആര്? ഈ പേരിൻ്റെ കൺഫ്യൂഷനോ, ഈ കൊന്നു എന്ന് പറയുന്നത് എന്താണ്, ഷാൻ. അത് ചാലിയാർ പുഴയിൽ എറിഞ്ഞു എന്ന് നീ പറയണം. എടവണ്ണ പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടവണ്ണ പാലത്തിലൂടെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ അവനവിടെ കൊണ്ടുവരുന്നു, പാലത്തിൽ നിർത്തുന്നു, സിനിമയിലെ കാണുന്ന പോലെ ഇങ്ങോട്ടാണ് എറിഞ്ഞതെന്ന് പറയുന്നു. ഭയങ്കര സ്കൂബ ടീം വരുന്നു, 3-4 ദിവസം മുങ്ങുന്നു, പൊങ്ങുന്നു, ഒരു സംഭവമില്ല. തോക്ക് എവിഡൻസ് പോയി, 2 ഫോണ് മിസ്സിങ്ങാ. എന്തുവാട് തോക്ക് ആര് കൊണ്ടുപോയി വെച്ചു? തെളിവെടുപ്പിന് പോയപ്പോൾ ഏത് തോക്ക്, ആരെ തോക്ക്? ഈ പയ്യൻ ആര് കൊന്നു, എന്തിനു കൊന്നു? ഒരു ഫോൺ കിട്ടാം. അപ്പോൾ ആ ഫോണിൻ്റെ അകത്ത് എന്ത് ഇൻഫർമേഷൻ? ആ ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോലീസുകാർക്ക് എന്ത് വേണം? കുറേ ചോദ്യങ്ങളായില്ല ഇപ്പോൾ ഇതിനകത്ത്. ഇനി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടോ അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്നൊരു ഫാക്ടറായിട്ടോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു പോലീസുകാരൻ്റെ വോയിസ് എന്ന് പറഞ്ഞിട്ടാണ് MLA നേരത്തെ പത്രസമ്മേളനത്തിലൊരു വോയിസ് കേൾപ്പിച്ചത്. ആ വോയിസിനകത്ത് ADGPക്ക് അടക്കം എതിരെയുള്ള ഗുരുതര ആരോപണം, മുൻ SP മലപ്പുറം SPക്കെതിരെയുള്ള ആരോപണം അടക്കം ഇതിനകത്തുണ്ട്, സ്വർണ്ണക്കടത്ത് റിലേറ്റഡ് ആയിട്ട്. സാർ, കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു ഗ്രൂപ്പുമായിട്ട് അജിത് സാറിന് കച്ചവടം ബന്ധമുണ്ട് സാർ. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശ്ശൂരിലുള്ള ബന്ധുക്കളാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കിവിടെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് സാർ. അജിത് സാറിന്റെ ഈ കള്ളക്കടത്ത് രംഗത്തെ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സാർ. പുള്ളിയുടെ സംഘത്തിൽ പെടാത്തവരായ 4 സ്വർണ്ണം കടത്തിക്കൊണ്ട് എയർപോർട്ടിന് പുറത്തെത്തിയാലും മലപ്പുറം SP ആയിരുന്ന സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൂടും. ഇതിന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാർ കണ്ണിയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പുള്ളിയുടെ ബാക്കിലുണ്ടെന്നും ഒരു ചാര സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ 1000 സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നവരെ പിന്തുടർന്ന് അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതും ഈ ടീമിന്റെ പിന്നിലുള്ള ബുദ്ധിയാണ്. അതിനുശേഷമാണ് സ്വർണം കടത്തുന്നവർക്ക് നാട്ടിലേക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനും സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരെ അജിത് സാറിന്റെ സംഘം പണം കൊടുത്ത് സ്വാധീനിച്ച് ഈ കാരിയർമാരുടെ പാസ്പോർട്ടും ടിക്കറ്റ് ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് മലപ്പുറം SP സുജിത് സാറിന് അയച്ചു കൊടുക്കാനാണ് പതിവ്. അങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എയർപോർട്ടിന് പുറത്ത് വെച്ച് മലപ്പുറം പോലീസ് പിടിച്ചെടുക്കുന്നത്. ഇതേ സമയങ്ങളിലൊക്കെ അജിത് സാറിന്റെ സംഘം നിർലോഭം സ്വർണം കടത്തുകയും വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുള്ളത്. മുൻ മലപ്പുറം SP സുജിത്ത് മലപ്പുറത്ത് 3 വർഷം SP ആയിട്ടിരുന്ന സമയത്ത് മലപ്പുറം കരിപ്പൂർ എയർപോർട്ടിലൂടെ കടത്തിയ സ്വർണം ADGP MR അജിത് കുമാർ എന്തോ ആഡ് ചെയ്ത് ഇവരതിൻ്റെ ബാക്കിൽ MR അജിത് കുമാറിന് ADGP കേരളത്തിലെ ADGPക്ക് ഇതിൻ്റെ ഗ്യാങ്, സ്വർണ്ണക്കടത്തിൻ്റെ ഗ്യാങ്, ഭാര്യൻ്റെ ബന്ധുക്കളടക്കം കുറേ ഗ്യാങ്, ഇവരുടെ ഗ്യാങ് പെട്ടവരല്ലാത്ത ആരെങ്കിലും സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിടിച്ചു പൊക്കുന്നു, അകത്തിടുന്നു. എന്താ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിൻ്റെ മൂക്കിന് താഴെയല്ലേ? കഴിഞ്ഞിട്ടില്ല, ഒരു വോയിസ് കൂടി പ്ലേ ചെയ്യാം. ഈ പോലീസ് നടപടിയോടെ പൊതുവെ ഒരു കള്ളക്കടത്ത് സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അജിന്റെ ഗ്രൂപ്പ് ഈ രംഗത്ത് മൊത്തം കൈയടക്കിയ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ സന്തത സഹചാരിയായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മുജീബുണ്ട്. അജിത് സാറിന്റെ വീട്ടിലെ സ്ഥിരം പുള്ളിയുടെ വീട്ടിലെ സന്ദർശകനാണ് ഈ മുജീബ്. അജിത് സാറിനെതിരെ ഡിപ്പാർട്ട്മെന്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ മുജീബ് അജിത് സാറിന്റെ പുള്ളിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ സ്ഥിരം പുള്ളിയെ കാണാറുണ്ട്. ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് എന്തെങ്കിലും കേസിന്റെ ഒരു അന്വേഷണം ആയിട്ട് മുന്നോട്ട് വന്നാൽ ഇവര് മൂളി കേൾക്കും സാറേ. അതൊന്നും ചെയ്യാൻ കഴിയില്ല. അജിത് സാറിന്റെ ഇതിനായിട്ട് IPS ഉദ്യോഗസ്ഥർ വരെയുള്ള വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘം കേരളത്തിലെ എല്ലാ പ്രമുഖന്മാരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്.
ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് സാർ എന്നാണ് ഞാൻ എൻ്റെ സ്വകാര്യമായ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാറ് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കാർബറാവും വോട്ടിങ്ങിന് തൊട്ട് മുമ്പ് അതിന്റെ തലേദിവസം അന്വേഷണ പുരോഗതി പറഞ്ഞു വിടാനുള്ള അജിത് സാറിന്റെ ഈ ശ്രമം ഉണ്ടായിരുന്നല്ലോ. സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട് മൂലമാണ് അന്വേഷണം ഇതുവരെയും കംപ്ലീറ്റ് ആകാതിരുന്നത്. അതിൽ തന്നെ ഈ സർക്കാരിനെയും പാർട്ടിയെയും തകർക്കാൻ സത്യം പറഞ്ഞാൽ തോലിട്ട ചെന്നായയുടെ ഒരു രീതിയാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല്. ഇത് പോലീസുകാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മളെ ADGP MR അജിത് കുമാർ സാറിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ആട്ടിൻതോലിട്ട ചെന്നായയാണ്, കമ്മ്യൂണിസ്റ്റുകാരെ കണ്ണെടുത്താൻ കണ്ടുകൂടാ, ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളിത് ചെയ്യുന്നത്. ഇയാൾ തിരുവനന്തപുരത്ത് കവടിയാറ് വെച്ചിട്ടുള്ള മണിമാളിക, ഇനി സോളാർ കേസ്, കാര്യവട്ടത്ത് കാര്യവട്ടത്തെ കൊട്ടാരം, സ്വർണ്ണക്കടത്ത്. എങ്ങോട്ടാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ADGP? ഇയാൾ ഹിംസെൽഫ് എന്താ പറയുക, മോൺസ്റ്ററോ ഗാങ്സ്റ്ററോ റോക്കി ബോയ് KGF ഒറ്റയ്ക്ക് നടക്കും തോന്നുന്നില്ലടാ. രാഷ്ട്രീയക്കാരെ കൃത്യമായ ഹെൽപ്പില്ലാതെ നടക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊന്നും അറിയില്ല, ആഭ്യന്തര വകുപ്പിന് ഇതൊന്നും അറിയില്ല, പിണറായി വിജയന് ഇതൊന്നും അറിയില്ല. പിണറായി വിജയൻ്റെ നേരെ താഴെയുള്ള ശശി വരെ എത്തി. പിണറായി വിജയനൊന്നും അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പാർട്ടിക്കൊന്നും അറിയില്ല. എന്നാ MLA എല്ലാം വന്ന് പറയുന്നുണ്ട്. MLAൻ്റെ തെളിവുകളുണ്ട്. ഇപ്പം MLAക്ക് ഇനി ഒന്നും പറയാനുമില്ല എന്ന് പറഞ്ഞു MLA. ഈ നാട്ടിൽ നടക്കുന്ന പല കൊലപാതകങ്ങളും സ്വർണ്ണവേട്ടയും സ്വർണ്ണക്കടത്തും നമ്മളെ മുന്നിലെത്തുന്നത് എങ്ങനെയാണ്? മീഡിയ ഇൻവോൾവ്മെൻറ്റും ഉണ്ട് അതിനകത്ത്. മീഡിയക്ക് ഇതൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുൽസിതം കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇങ്ങനെ സേഫായിട്ട്, ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, ഞാനൊക്കെ ഇങ്ങനെ എൻ്റെ ഇൻറ്റ്യൂഷൻസോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഫൈൻഡിങ്സൊക്കെ ഞാൻ പറയും. നാളെ എവിടെയെങ്കിലും ഒരു സുഖമില്ലേ, ഇവരെല്ലാവരും കൂടി വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് എൻ്റെ കാറിൻ്റെ ഏതെങ്കിലും പൊത്തിലൊരു പൊതിയിട്ടിട്ട് പോയാൽ അത് വന്ന് പോലീസ് പിടിച്ചിട്ട് ഞാൻ നാളെ മറ്റേ ലഹരിക്കടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് ഇവിടുത്തെ ന്യൂസ് മീഡിയ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പേടിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, പണിയുന്നതായിരിക്കും നിങ്ങൾ എന്നെയൊക്കെ ഇവന്മാരിട്ടിട്ട്. അതിന് നല്ല ഇത് കേൾക്കുമ്പോൾ പേടിയാണ് മനുഷ്യന്. പുല്ല്